പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നു 1201 കന്നിമാസം 15-ാം തീയതി, അതായത് 2025 ഒക്ടോബർ മാസം 1-ാം തീയതി ബുധവാരം, ബുധനാഴ്ച. നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:16, അസ്തമയം വൈകിട്ട് 6:10 ആകുന്നു. രാഹുകാലം നിങ്ങൾക്കറിയാം, 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാകുന്നു രാഹു കാലം. നാളെ നവമിയാകുന്നു. നാം അഷ്ടമി ദിവസം വൈകിട്ടാണ് പുസ്തകങ്ങളൊക്കെ വെക്കുക, ഗ്രന്ഥം വെപ്പ് എന്ന് പറയുക. അതിനാൽ നവമി പൂജയുടെ ദിനമാകുന്നു. നാളെ ക്ഷേത്രത്തിൽ നവമി പൂജ വളരെ സജീവമായിട്ട് നടക്കുന്ന ദിവസമാകുന്നു. ആയുധ പൂജകളെല്ലാം തന്നെ വലിയ ആഘോഷത്തോടുകൂടി നടക്കുന്ന ദിനമാകുന്നു. നവരാത്രി എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടിരിക്കും. വളരെ വിശിഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, വയലാറിൻ്റെ ഗാനം, സ്വർഗപുത്രി നവരാത്രി. അതിനാൽ നവരാത്രി നാളെയാകുന്നു. ആ നവരാത്രിക്ക് എല്ലാവിധ നിങ്ങൾ തലേന്നാൾ വെക്കുന്ന പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം തന്നെ നവമിയിലാണ് പൂജിക്കുക. പിന്നെ പിറ്റേന്നാൾ വിജയദശമിയിൽ രാവിലെ ഗ്രന്ഥങ്ങളെല്ലാം എടുത്ത് നാം പുതു പഠനത്തിൻ്റെ വിദ്യയുടെ ആരംഭം കുറിക്കുകയും ചെയ്യും. നാളെ നവമി തിഥിയിൽ ഞങ്ങൾ ജ്യോതിഷന്മാരൊക്കെ തന്നെ അഷ്ടമി ദിവസം രാത്രി ഞങ്ങളുടെ കബഡിയൊക്കെ പൂജിക്കാൻ വെച്ച് നവമിയിൽ ശാന്തരായി ഇരിക്കും. ദശമിയിലാണ് പിന്നെ ജ്യോതിഷകൾ മൂകാംബിക അപ്രകാരം തന്നെയുള്ള ക്ഷേത്ര സങ്കേതങ്ങളിൽ ചെന്ന് വിദ്യയുടെ ആരംഭം കുറിക്കുക. സമാരംഭം അങ്ങനെയാണ് ഉണ്ടാവുക. ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് കുരുന്നുകൾ ഹരിശ്രീ കുറിക്കുന്ന ദിനം കൂടിയാണല്ലോ ദശമി, വിജയദശമി എന്ന് നാം പ്രസിദ്ധി പെറ്റ ആ ദിനം. നാളെ കാലത്ത് 7:30 വരെ പൂരാട നക്ഷത്രവും. നാളത്തെ തിഥി നാം പറഞ്ഞു നവമി തിഥിയാണ്. നവമി ഏറ്റവും വിശേഷപ്പെട്ട ദിനമാണെങ്കിലും അത് രിക്താതിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ സാധാരണ നവമി ദിവസം നാം കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അങ്ങനെയുള്ള 3 തിഥികളുണ്ട്, കറുത്ത പക്ഷത്തിലേതായാലും വെളുത്ത പക്ഷത്തിലേതായാലും. ചതുർത്ഥി വെളുത്ത പക്ഷത്തിലായാലും കറുത്ത പക്ഷത്തിലായാലും 4ാമത്തെ തിഥി ചതുർത്ഥി. പിന്നീട് ഈ മേൽപ്പറഞ്ഞ നവമി 9ാം തിഥി, കറുത്ത പക്ഷത്തിലേതായാലും വെളുത്ത പക്ഷത്തിലേതായാലും. അപ്രകാരം ചതുർദശി 14ാം ദിവസവും. ശുഭകാര്യങ്ങളൊന്നും നാം സാമ്പത്തികമായ ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ നാം സ്വീകരിക്കാത്ത ദിനങ്ങളാകുന്നു. ഉത്രാടം നക്ഷത്രമാണ്. കാലത്ത് 7:30 മുതൽ. അതിനാൽ ശിവക്ഷേത്രത്തിൽ ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ച് ശിവനി കൂവളമാല, ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഒക്കെ വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ വിശേഷമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നവമി ദിനാശംസകൾ.